രാത്രി അനന്യയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ ചെറിയ കുട്ടിയുടെ ചോദ്യം വീണ്ടും വീണ്ടും അവളുടെ മനസ്സിൽ മുഴങ്ങി. അവളും തിരിച്ചു വരില്ലേ? അവളും. ആ വാക്ക് മാത്രം അവളെ ചിന്തിപ്പിച്ചു. മറുനാൾ അനന്യ വീണ്ടും കോൺവെന്റിലെത്തി. ഇത്തവണ അവൾ കുട്ടികളോടൊപ്പം ഇരുന്നില്ല. നേരെ ഓഫീസിലേക്ക് നടന്നു. റിസപ്ഷനിലിരുന്ന സിസ്റ്ററോട് അവൾ ചോദിച്ചു, മുൻപ് പനി വന്ന കുട്ടി ഇപ്പോൾ എങ്ങനെയുണ്ട്? സിസ്റ്റർ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, കുഴപ്പമില്ല മോളെ, വലിയ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അനന്യ വീണ്ടും ചോദിച്ചു, ഏതാശുപത്രി? സിസ്റ്റർ കുറച്ചുനേരം ആലോചിച്ചു. അതെനിക്ക് അറിയില്ല, ഓഫീസ് രേഖയിലുണ്ടാകും. അനന്യ ഒന്നും പറഞ്ഞില്ല, ചെറുതായി പുഞ്ചിരിച്ചു. തിരികെ നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ശ്രദ്ധിച്ചത് ഓഫീസിൽ ഒരു പുതിയ ഫയൽ. അതിന്റെ മുകളിൽ എഴുതിയിരുന്നത് അഡോപ്ഷൻ. അവൾ ഒരു നിമിഷം അവിടേക്ക് നോക്കി, പക്ഷേ ഒന്നും ചോദിച്ചില്ല. റിസപ്ഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നതിനിടയിൽ ഇന്നലെ കണ്ട അതേ ചെറിയ കുട്ടി വീണ്ടും അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ഇത്തവണ ആരും അടുത്തില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം വളരെ പതുക്കെ ചോദിച്ചു, ചേച്ചി, ആശുപത്രിയിലേക്ക് പോയാൽ പിന്നെ എല്ലാവരും പുതിയ വീട്ടിലേക്കാണോ പോകുന്നത്? അനന്യയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അങ്ങനെ ആരാണ് പറഞ്ഞത്? കുഞ്ഞൊന്നും പറഞ്ഞില്ല. ദൂരത്തൊരു സിസ്റ്റർ വരുന്നത് കണ്ടതും ഓടിപ്പോയി. അനന്യ അവിടെ തന്നെ നിന്നു. ഇപ്പോൾ ആശുപത്രി, ദത്തെടുക്കൽ, ഈ രണ്ട് വാക്കുകളും ആദ്യമായി അവളുടെ മനസ്സിൽ ഒന്നായി.